കൊച്ചിയിൽ ഫ്രീഡം കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഗസ ഐക്യദാർഢ്യ പരിപാടി നടന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയുടെ ഭാഗമായി. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ സേവ്യർ, പരിപാടി ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ആരൊക്കെയാണ് പങ്കെടുത്തത്? മറ്റു വിശദാംശങ്ങൾ. വൈകിട്ട് 5:00-ഓടെയാണ് ഫ്രീഡം കളക്ടീവിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ഗസ വാക്ക് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടന്നത്. ഫ്രീഡം കളക്ടീവിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി എറണാകുളത്ത് നടന്നത്. എറണാകുളം മേനക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ പ്രകടനം പിന്നീട് മറൈൻ ഡ്രൈവിൽ അവസാനിക്കുകയും മറൈൻ ഡ്രൈവിൽ പൊതുയോഗം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം 7 മണിയോടെ ഈ പരിപാടി അവസാനിച്ചു. അതായത് ഈ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. TJ വിനോദ് MLA, ഡോക്ടർ ഹുസൈൻ മടവൂർ, പ്രൊഫസർ അരവിന്ദാക്ഷൻ, ഫാദർ പോൾ തേലക്കാട്ട്, റാപ്പർ വേടൻ, മാധ്യമപ്രവർത്തകരായ R രാജഗോപാൽ, പ്രമോദ് രാമൻ, മീഡിയ വൺ ചെയർമാൻ P മുജീബ് റഹ്മാൻ അടക്കം നിരവധി പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഈ പരിപാടിയിലേക്കുള്ള എല്ലാ ഐക്യദാർഢ്യം അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഏതായാലും 5:30-ഓടെ തുടങ്ങിയ പരിപാടി ഏകദേശം 7 മണിയോടെയാണ് അവസാനിച്ചത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ അല്ലെങ്കിൽ വംശഹത്യക്കെതിരെ വലിയ തോതിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ അതിനുള്ള നീരസം ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ പരിപാടിയുടെ ഒരു ജനപങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു നിതിൻ? ചടങ്ങിൽ പങ്കെടുത്തവർ പ്രധാനമായും ഏത് തരത്തിലുള്ള ഐക്യദാർഢ്യമാണ് ഗസയ്ക്ക് നൽകുന്നത്? ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഗസയിൽ തുടരുന്ന വംശഹത്യക്കെതിരെ നടത്തിയ പരിപാടിയിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രീഡം കളക്ടീവിന്റെ നേതൃത്വം നടത്തിയ പരിപാടിയായിരുന്നു. ഈ മേനക ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ ജാഥ അല്ലെങ്കിൽ മേനക ജംഗ്ഷനിൽ നിന്ന് നടന്ന് മറൈൻ ഡ്രൈവ് വരെ എത്തിയ ശേഷം അവിടെയാണ് ഇത്തരത്തിലൊരു പൊതുയോഗം നടത്തപ്പെട്ടത്. നിരവധി ആളുകൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി കുട്ടികളെ അടക്കം ക്രൂരമായി കൊല്ലുന്ന ഇസ്രായേലിന്റെ ഈ വംശഹത്യക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പ്രസംഗിച്ച ആളുകളിൽ നിന്നും ഉണ്ടായത്.